അപ്പൊ ഡോക്ടർ നമ്മളിപ്പോ പറഞ്ഞായിരുന്നു, അതായത് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഡിവോഴ്സ് ഇവിടെ ഒത്തിരി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ, കാരണം നമ്മൾ ബ്രിട്ടീഷ് മലയാളി പോലുള്ള വാർത്തകൾ പലയിടത്തും നമ്മളിപ്പോ കാണുന്നുണ്ട്, പല ഡിവോഴ്സ് കേസുകൾ നടക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ഇവിടുത്തെ ഒരു ഫാമിലി വൈസ് വരുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് എന്താണ്? പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ വർഷങ്ങളായിട്ട് ഒരു 6 ലക്ഷത്തോളം ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എല്ലാവരും നാട്ടിൽ നിന്ന് ഒരുവിധം ഫാമിലീസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ വരുന്ന സമയത്ത് നമ്മൾ UK എന്നൊക്കെ പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടോ, വളരെ ആഷ്പോഷായി, വളരെ എൻജോയ് ചെയ്ത് ഒരുപാട് പൈസ കിട്ടി നടക്കാം എന്നുള്ള രീതിയിലാണ് പലരും മൈൻഡിലുള്ള കൺസെപ്റ്റ്. അപ്പൊ ഒരു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇവിടെ വന്ന് ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ നാട്ടില് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 5 ടോയ്ലറ്റുകളുള്ള ഒരു വീട്ടിൽ നിന്നായിരിക്കും നമ്മൾ ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് നീഡ് തൊട്ട് നമുക്ക്, അപ്പൊ അവിടെ തൊട്ട് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ഒരു ടോയ്ലറ്റ് ആണ് ഇവിടെ ഉള്ളത്, റൂമുകൾ വളരെ കൺജസ്റ്റഡ് ആണ്, ക്ലൈമറ്റ് വളരെ ചേഞ്ച് ആണ്, ഡ്യൂട്ടി ടൈം വ്യത്യാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ മറ്റ് പല ഘടകങ്ങളും വ്യത്യാസമാണ്. പലർക്കും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, പിറ്റേ ദിവസം വൈഫിന് നൈറ്റ് ഡ്യൂട്ടി, അങ്ങനെയൊക്കെ വരുമ്പോ നല്ലൊരു ഭാര്യ ഭർത്തൃ ബന്ധം പലപ്പോഴും ഇവിടെ തകരാറാവുന്നുണ്ട്. മനസ്സിലാവുന്നു. അപ്പൊ ഇത് കുട്ടികളുടെ രീതിയിൽ വരുമ്പോഴും ഇതേപോലെയാണോ? അതായത് പാരന്റ്സ് കുട്ടികൾ അങ്ങനെയുള്ള കണക്ഷൻ ഉണ്ടോ, അതോ ഇത് കപ്പിൾസിന് കൂടുതൽ ഇഷ്യൂ വരുന്നു. ഒപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ ഇവിടെ ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഞാൻ ഇവളുടെ വിസയിലാണോ വന്നിട്ടുള്ളത്, ഞാൻ ഇവളുടെ ഡിപ്പെൻഡന്റ് ആണോ, അത് ആ ഒരു വേട് തന്നെ ഒരു ഒരുപാട് ചർച്ച ചെയ്യുന്ന ഇതാണ്. അതെ അപ്പൊ അത് ആ വേട് തന്നെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അവർക്കൊരു അത്രയും നാട്ടില് നല്ല ബിസിനസ് ചെയ്ത വ്യക്തിയായിരിക്കാം, നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, ഇവിടെ വന്ന് ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ വർക്ക് ചെയ്യണം. അപ്പൊ അവര് പഠിച്ചതും ഇത്രയും നാള് ചെയ്തതും എല്ലാം വേസ്റ്റ് ആയി. അപ്പൊ സെൽഫ് എസ്റ്റീം കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ സെൽഫ് എസ്റ്റീം കുറയുമ്പോ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്വയമായിട്ട് സെലക്ട് ചെയ്തതാണെന്ന് പറയുമ്പോൾ പ്രശ്നമില്ല. ഇതിപ്പോ സെൽഫ് എസ്റ്റീം കുറയുന്നു, ഫ്രണ്ട്സ് പോകുന്നു, എല്ലാവരും UK പറഞ്ഞാലും നല്ലൊരു സർക്കിൾ ഉണ്ടാവില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നല്ലൊരു, ഇപ്പോ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 6 മണി കഴിഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ കൂടി സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആ അവസ്ഥയല്ല ഇവിടെ. ക്ലൈമറ്റ് ഒരു വലിയൊരു ചേഞ്ച് ആണ്. അപ്പൊ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ വീട്ടിൽ തന്നെ മക്കളും ഭാര്യയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതിലൊരു സന്തോഷം കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതില് പൂർണ്ണമായിട്ടും അവർക്ക് തൃപ്തി വേണം, നമുക്ക് മൈൻഡ്ഫുൾനെസ് വേണം. പക്ഷെ ഒരിക്കലും UK എന്ന് പറയുന്ന കൺട്രി അങ്ങനെ റെസ്ട്രിക്റ്റഡ് കൺട്രി അല്ല. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടെ സ്പോർട്സ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, നല്ല പാർക്കുകൾ ഉണ്ട്, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. പക്ഷെ ഇത് ഉണ്ട് എന്ന് അറിയുന്ന ഇൻസൈറ്റ് ഇല്ല ഇവർക്ക്. അതായത് നമ്മളൊരു എക്സ്ക്യൂസ് കണ്ടെത്തി അവിടെ നമ്മൾ റെസ്ട്രിക്റ്റ് ആവുകയാണ്. അപ്പൊ അവിടെ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങും. അതായത് നമ്മൾ കുറ്റപ്പെടുത്താണ്, നീ കാരണം ഞാൻ വന്നേ, ഞാൻ കാരണം നീ എങ്ങനെയായേ നിന്നെ. അപ്പൊ ആ കുറ്റപ്പെടുത്തല് വരുമ്പോ സൈക്കോളജിക്കൽ വോൾ എന്ന് പറയും. നമ്മൾ രണ്ടുപേരും മാനസികമായിട്ട് അകലും. മാനസികമായിട്ട് ആദ്യം അകലുമ്പോ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ. അത് കഴിഞ്ഞാ പിന്നെ നിന്റെ വീട്ടുകാര് എന്റെ വീട്ടുകാര്, നമ്മൾ പിന്നെ അവരെ ഉൾപ്പെടുത്തും ഇതില്. അത് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ സൈക്കോളജിക്കൽ വാള് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഫിസിക്കൽ ഒരു ചേഞ്ച് വരും രണ്ടുപേരും. അപ്പൊ റൂം മാറിക്കിടക്കാനായിട്ട് തുടങ്ങും. ഭാര്യ ഒരു റൂമില്, ഭർത്താവ് ഒരു റൂമിലാവും. അത് കഴിയുമ്പോഴേക്കും വീട്ടുകാരെ ഓൾറെഡി ഇതില് ഉൾപ്പെട്ട് തുടങ്ങും. അവിടെ നിന്ന് ഫോൺ കോളുകൾ വരും. അപ്പൊ അവരുടെ ഒരു പ്രഷർ വരും. അപ്പൊ അങ്ങനെ ചെറിയൊരു പ്രശ്നത്തിനെ ഇവര് മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് പകരം മാരേജിൽ എന്ന് പറയുമ്പോൾ 2 വ്യക്തികൾ മാത്രമല്ല, 2 വീട്, 2 കുടുംബം, 2 ആചാരം, 2 സംസ്കാരം, ഇവരെല്ലാവരും ഇതിൽ ഇൻവോൾവ് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കത് പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് സോൾവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കില്ല.
മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു കപ്പിൾസിനിടയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിലോ വരുന്ന പ്രശ്നങ്ങളാകുമ്പോൾ അത് മറ്റാൾ കാരണമെന്ന് നമ്മൾ അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു, അല്ല നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു തോട്ട് പോവില്ല അല്ലേ. അത് കൺസൾട്ടിങ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നല്ലത്, ഇങ്ങനെയുള്ളവർ എന്തുകൊണ്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്താണോ? അതെ, കൺസൾട്ട് ചെയ്യേണ്ടത് ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ നമുക്ക് എല്ലാവരുടെ കൂടി ഒരുമിച്ച് ചിലപ്പോൾ ചില കപ്പിൾസ് ഒരുമിച്ച് പോകാൻ പറ്റാത്തൊക്കെ ഉണ്ടാവാം, പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ളതൊക്കെ ഉണ്ടായിരിക്കാം. കാരണം എനിക്ക് വന്നിട്ടുള്ള പല കേസുകളിലും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പല പ്രശ്നങ്ങളും ഭാര്യയും ഭർത്താവും അറിഞ്ഞു കാണില്ല. കാരണം നാട്ടിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അപ്പോ ഭർത്താവിന്റെ പല ന്യൂനതകളും അവരുടെ അച്ഛനോ അമ്മയോ പരിഹരിച്ചു കൊടുത്തിരിക്കാം. പക്ഷെ ഇവിടെ വരുമ്പോ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭാര്യയും ഭർത്താവും അവരുടെ ഒരു ഫാമിലി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ വരുന്ന ഒരു ലേണിംഗ് ഉണ്ട്, അല്ല സ്ട്രഗിൾ ഉണ്ട്. അതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവർ ഒറ്റപ്പെട്ടു പോവുക, അവർക്ക് പറ്റുന്നില്ല അത് താങ്ങാനായിട്ട്. അപ്പോ അതില് പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അവര് മെച്യൂർഡ് ആയിരിക്കാം ഇമോഷണലി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അവര് ഇവരിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇവർക്ക് കുറച്ച് ഡിപ്പെൻഡൻസി സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം സപ്പോർട്ട് അവർ കിട്ടി സപ്പോർട്ട് കിട്ടി യൂസ്ഡ് ആയിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഒരു പല ഇഷ്യൂ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഞാൻ ചോദിക്കുന്ന പറയുമ്പോൾ ഇത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിൽ പോവാറുണ്ടോ, അതോ ഇവർക്ക് ജസ്റ്റ് ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഇവരുടെ ഒരു ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് നോർമലായി പോവാറുണ്ടോ? ചില കേസുകളിൽ അവർക്ക് ആ ഒരു ഗൈഡൻസ് സപ്പോർട്ട് രണ്ടുപേരുടെയും, അതായത് വുമൺ സൈക്കോളജി മെൻ സൈക്കോളജി ഉണ്ടല്ലോ, അതായത് പുരുഷന് വേണ്ടത് എന്ത് സ്ത്രീക്ക് വേണ്ടത് എന്ത്, അതിന്റെ ഒരു നമ്മളൊരു പ്രോപ്പർ ഒരു തെറാപ്പീസും സെഷൻസും കപ്പിൾ തെറാപ്പിയും കൊടുത്താൽ ചില കേസുകളിൽ ഓക്കെ ആയി പോകാറുണ്ട്. പക്ഷെ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള പല കേസുകൾ വരാറുണ്ട്. ഇപ്പൊ നമുക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് വരുമ്പോ നാട്ടിലൊക്കെ പലപ്പോഴും ഇവരുടെ പലരും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇവര് രണ്ടുപേരും കൂടി വേണത് സോൾവ് ചെയ്യാനായിട്ട്. ഒപ്പം തന്നെ ജോലിയുടെ പ്രഷർ, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് എല്ലാം വരും. അപ്പൊ അതൊക്കെ കൂടി വരുമ്പോ ഇവർക്കത് താങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതെ, അല്ല ഞാൻ ചോദിക്കാൻ കാരണം പലപ്പോഴും നമ്മൾ ഒരു കൗൺസിലിങ്ങിന് പോകാന്ന് പറയുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്ന എനിക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നത്. അപ്പൊ അത് അങ്ങനെ കുഴപ്പമുണ്ടാവണമെന്നില്ലല്ലോ. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് എന്താണെന്ന് ഒരു കമ്മ്യൂണിക്കേഷനിൽ തീരാവുന്ന ഒരു കാര്യം അല്ലേ. വേറൊരു ഇൻസൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളി. അപ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പറഞ്ഞെല്ലാം അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. റെസ്ട്രിക്ട് ചെയ്യാനും എല്ലാ സാധനവും. അപ്പോൾ ഇത് കാണുന്നവർക്കും ഇത് കണക്റ്റ് ആയിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ ഇടുക. ഡോക്ടറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ലെറ്റ്സ് ടൈം. താങ്ക് യു.